ആത്മഹത്യ ഒരു തെറ്റായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നോ അത് ചെയ്യുമായിരുന്നു. എന്നോട് എതിർത്ത് സംസാരിക്കുകയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും സംഭവിക്കുന്ന വളരെ സങ്കടകരമായ ചില കാഴ്ചകൾക്കും സംസാരങ്ങൾക്കും സാക്ഷിയായ ചില സംഭവങ്ങളിൽ ചെറിയൊരു കാര്യം പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ മേഖലയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഏതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതെ. ഓരോ ദിവസവും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. സ്വാഭാവികമായിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോയിരുന്നൊരു ഫാമിലിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കടങ്ങൾ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടങ്ങൾ ഒരു പരിധിയിലേറെ ജീവിതത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കൂല. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ ഈ ഭർത്താക്കന്മാർ ഗൾഫിൽ പോയാൽ പിന്നെ സ്വാഭാവികമായിട്ട് നാട്ടിലുള്ള ആൾക്കാരോടാണല്ലോ അതിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പം അങ്ങനെ ഒരു സഹോദരി, അവർക്ക് നിരന്തരമായിട്ട് പല ആളുകളും ഫോൺ വിളിക്കുന്നു, പിന്നെ കാശിനെ കുറിച്ച് ചോദിക്കുന്നു. ഇവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അങ്ങനെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കൃത്യമായൊരു മറുപടി ഇല്ല. ഈ കടങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് ഭർത്താവ് വാങ്ങിയത് എത്രത്തോളം ആരടുത്തു നിന്നെല്ലാം എന്നതുപോലും ഭാര്യയ്ക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഈ സഹോദരി ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ജീവിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ഇവരോട് ഈ കടങ്ങളെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇവരാകെ മാനസികമായിട്ട് പ്രയാസപ്പെടുകയാണ്. പക്ഷേ അള്ളാനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു സഹോദരി ആയതുകൊണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ, ആത്മഹത്യ ഒരു തെറ്റായിരുന്നില്ലെങ്കിൽ ഞാൻ എന്നോ അത് ചെയ്യുമായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഈ കടത്തിൻ്റെ ആളുകൾ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ രണ്ട് കൈയും മലർത്തി ഞങ്ങൾക്ക് തന്നെ ജീവിക്കാനുള്ളത് അയച്ചു തരാൻ പ്രയാസപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഈ ഒരു കാര്യം ഭർത്താവിനെ അറിയിക്കുമ്പോൾ ഭർത്താവ് പൊട്ടിത്തെറിക്കുകയും നീ എന്നെ വെറുപ്പിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭാര്യയ്ക്ക് എല്ലാ പ്രഷറും കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അവിടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്കാണല്ലോ എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു ഭാരം വരിക. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു സമാധാനം നൽകുന്നതിന് പകരം രണ്ട് നാട്ടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന എല്ലാം പ്രയാസങ്ങളും സഹിച്ച് ഒതുക്കി ജീവിക്കുന്ന ഒരു ഭാര്യയ്ക്ക് വീണ്ടും ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു പ്രഷർ, അതിലൂടെ അവർ ഇരുന്ന് കരയുന്നൊരു സാഹചര്യം, ഇത് കണ്ട് മക്കൾ കരയുന്നൊരു സാഹചര്യം, ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത്. കടങ്ങളുണ്ട്, മനുഷ്യരാണ്. അത് ഒരു നല്ല സംസാരത്തിലൂടെ ആ കടം നമുക്ക് തന്ന ആളുകളോടും നമുക്ക് മനുഷ്യരല്ലേ സംസാരിച്ച് ഒരു തീരുമാനമാക്കുന്നതിന് പകരം എല്ലാ പ്രഷറും ഭാര്യയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യങ്ങൾ. കടത്തെക്കുറിച്ച് ഇസ്ലാമികമായ കൃത്യമായ ഗുണപാഠങ്ങൾ ഉണ്ടല്ലോ. അത് നൽകുക എന്നതിനെ ഒരു സൽക്കർമ്മമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായി പഠിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും കടം വാങ്ങുക എന്നത് അത്ര തന്നെ അല്ലല്ലോ. അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു കാര്യമായിട്ടാണല്ലോ വരുന്നത്. എന്നാൽ ഇന്ന് പൊതുവിൽ സമൂഹത്തിൽ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഏതു കാര്യങ്ങൾക്കും കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങിയാണെങ്കിലും അത് ചെയ്യുക എന്നതാണ്. ഏതു കാര്യവും എന്ന് പറഞ്ഞാൽ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് അങ്ങനെ ഒരു തരംതിരിവൊന്നും ഇല്ലാതെ ഈ മൂന്നിൽ ഏതു കാര്യങ്ങൾക്കും കടം വാങ്ങുക എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ്. ഒരു മാത്സര്യത്തിന് വേണ്ടി, കിടപിടിക്കാൻ വേണ്ടിയൊക്കെ വിവാഹത്തിൻ്റെ വിഷയത്തിലായിരുന്നാലും വീട് വെക്കുന്ന വിഷയത്തിലായിരുന്നാലും മറ്റേത് ചെറിയ കാര്യങ്ങളായിരുന്നാലും അത് മറ്റുള്ളവരോട് മത്സരിക്കാൻ വേണ്ടി, കിടപിടിക്കാൻ വേണ്ടി, കയ്യിൽ പണമില്ലെങ്കിൽ കടം വാങ്ങിയാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് തോന്നിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഖേദകരമായ ഒരു കാര്യമാണ്.
അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കൊടുത്തു വീട്ടാൻ കഴിയാത്ത കടങ്ങളിലേക്ക് സ്വാഭാവികമായും ആളുകൾ എത്തുന്നത്. ഇനി അനിവാര്യമായ ഘട്ടങ്ങളിൽ കടം വാങ്ങുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യവുമാണ്, നമുക്കറിയാം. എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ അത്തരമൊരു ഘട്ടത്തിലെത്തിയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുലർത്തേണ്ട ചില കാര്യങ്ങളും ശ്രദ്ധയും ഒക്കെ ഉണ്ടല്ലോ. അത് ആ വിഷയത്തിൽ നമ്മൾ സമയത്തിന് കൊടുത്തു വീട്ടാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ അത് കൺവിൻസ് ചെയ്യുക എന്ന ഒരു സംഗതി. മാത്രവുമല്ല അത് മറ്റുള്ളവർക്ക് ഒരു ബേർഡനായി വരാതിരിക്കാനുള്ള ശ്രദ്ധ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഭാര്യ ഇതിൽ യഥാർത്ഥത്തിലൊന്നും അറിയുന്നില്ല. എന്നിട്ടും അവരാണ് അതിൻ്റെ പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ നിലക്ക് കുടുംബത്തിന് പ്രയാസം വരാത്ത രീതിയിൽ, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അത് മാനേജ് ചെയ്തു പോകാനുള്ള ഒരു ശ്രദ്ധയാണ് അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകേണ്ടത്. ഏതായിരുന്നാലും കടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നും, കടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വേഗത്തിൽ കൊടുത്തു വീട്ടുവാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. അനുബന്ധമായി നമുക്കറിയാവുന്ന പോലെ തന്നെ കടങ്ങളിൽ നിന്നൊക്കെ വേഗത്തിൽ മോക്ഷം ലഭിക്കാനുള്ള പ്രാർത്ഥന നമുക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതിനും ഒരു കരുത്ത് നൽകുന്നത്. അത്തരം പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ്. ചില പ്രാർത്ഥനകളെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥന ജീവിതത്തിൽ പകർത്തിയാൽ ഏത് കടവും വിടാതിരിക്കില്ല എന്ന നിലക്കടക്കമുള്ള വിശദീകരണങ്ങൾ ചില പ്രാർത്ഥനകളുടെ കൂടെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥന അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക വഗ്നിനി ബി ഫദ്ലിക അമ്മൻ സിവാക് എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കടമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പകർത്തി മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് കൂട്ടിച്ചേർക്കാൻ.